ഓടിക്കുന്ന സമയത്ത് അവിടെ കാർ ഓടിക്കുന്നത് ഓട്ടോ ഓടിക്കുന്നത് രണ്ട് രീതിയാണ്, രണ്ട് സ്കില്ലാണ് അല്ലെ. അപ്പൊ ഓരോ മേഖലകൾക്ക് അനുസരിച്ച് കാർ ഓടിക്കുന്ന ആൾ ഓട്ടോയിലേക്ക് മാറി കഴിഞ്ഞാൽ കാർ ഓടിക്കുന്ന സിസ്റ്റം വെച്ച് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നമ്മളെ അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ ടീം അതിന് നമ്മുടെ സപ്പോർട്ട് കൃത്യമായിട്ട് എഴുതിയും എങ്ങനെ നമുക്ക് വിജയിക്കാമെന്നുള്ളത്. ഇവര് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ് വെസ്റ്റീജ്. വെസ്റ്റീജ് എന്ന് പറയുന്ന കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഫ്രീ എന്റർപ്രൈസിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഫ്രീ എന്റർപ്രൈസിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തില് ഒരു ജോബ് ചെയ്തിട്ടോ ഒരു പ്രൊഫഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ടോ ബേസിക് ആയിട്ട് നമ്മൾ സാധാരണക്കാരെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാം പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും വലിയ മാറ്റമൊന്നുമില്ല. ഏത് മേഖല ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റും. വിജയിക്കുക എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ ഫ്രീഡം വേണം, സാമ്പത്തികം വേണം, ആരോഗ്യം വേണം. ഇഷ്ടംപോലെ എല്ലാ വർഷവും നമുക്ക് മിനിമം വേണമെങ്കിൽ വെക്കേഷൻ വരെ പിള്ളേർക്ക് വെച്ച് കൊടുക്കും. എങ്ങനെ ട്രിപ്പ് പോകണേ, എങ്ങനെ ട്രിപ്പ് പോകണേ, നമുക്ക് മിനിമം എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാൻ സാധിക്കണം. അതാണ് വിജയിക്കുക എന്നുള്ളത് ഞാൻ മിനിമം ഉദ്ദേശിച്ചല്ലേ. പാട്ടുപാടി വിജയിക്കും, ഗോളടിച്ച് വിജയിക്കുന്നതൊക്കെ വേറെയാണ്. പക്ഷെ ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ നമ്മൾ ഇന്ന് ചെയ്യുന്ന മേഖലകളെ കൊണ്ട് നമുക്ക് എത്താൻ പറ്റുമോ? നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യം തന്നെ അടുത്ത 5 കൊല്ലം ചെയ്താലും ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവാറുണ്ടോ? ചെലവുകൾ കൂടുകയാണോ കുറയുകയാണോ? ഈ ഗോൾഡിനെ കുറിച്ചൊന്നും ആരും ഡ്രീം പോലും ചെയ്യില്ല. കാരണം എന്താണ്, അത് നമ്മുടെ ബിയോണ്ട് റീച്ച് ആയി. പണ്ടൊക്കെ മോളുണ്ടായി കഴിഞ്ഞാൽ ആദ്യം പറയുന്നു നമ്മള് പോകാൻ വേണം, ഇനി മഴ ചെയ്യുന്നത് ഇനി നമ്മള് പറയണമെന്ന് വേണ്ട, എന്താ പറയുക. ഇതിന്റെ ഗുണം എന്താണല്ല ഫ്രീ എന്റർപ്രൈസിംഗ് സിസ്റ്റം. ഏതൊരാൾക്കും ഇന്ന് എന്തെങ്കിലും ചെയ്ത് വിജയിക്കണമെങ്കിൽ ബിസിനസ് ചെയ്യണം. ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ പ്രശ്നം ഏത് ബിസിനസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം. വെസ്റ്റീജിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു കസ്റ്റമർക്കും അല്ലെങ്കിൽ ഏതൊരു കൺസ്യൂമർക്കും വീട്ടിൽ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന എല്ലാവർക്കും സ്വതന്ത്ര സംരംഭങ്ങൾക്ക് ശീലം വർദ്ധിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. 21 വർഷമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് എന്നുള്ള രീതിയിൽ പല അവാർഡ്സ് ആൻഡ് സർട്ടിഫിക്കേഷൻസ് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് വെസ്റ്റീജ്. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഇപ്പോൾ വളരെ മാന്യമായിട്ട് വളരെ രസകരമായിട്ട് എനിക്ക് സംസാരിക്കുന്നുണ്ട്. ഇവിടുന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ ഗൂഗിളിലോ കയറിയിട്ട് വെസ്റ്റീജ് എന്താണ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യും ഇല്ലേ. നിങ്ങൾ കിട്ടുന്ന ഡാറ്റ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് ഞെട്ടും. കാരണം വെസ്റ്റീജിന്റെ റെക്കോർഡ്സ് ബ്രേക്ക് ചെയ്യാൻ ഇന്ത്യയിൽ ഒരു കമ്പനിയില്ല. കാരണം 5000-ലധികം ഔട്ട്ലെറ്റ്സ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ. ഏകദേശം 5000-ലധികം കാർ കൺട്രാക്ട് വന്ന കാർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ആണ്. ഓടിക്കാൻ ചെലവില്ലാതെ നിങ്ങൾക്കറിയാം, വാങ്ങാനും ചെലവുണ്ടായിട്ടില്ല. കാരണം എനിക്ക് ഇവിടുന്ന് കിട്ടിയ കാർ ഫണ്ടിന്റെ 2ാമത്തെ കാറാണ്. ഒരു വർഷം 3 വിദേശ രാജ്യങ്ങളിലാണ് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഇയർ ഞങ്ങൾ തായ്ലൻഡ് പോയപ്പോൾ ഏകദേശം 8000-ഓളം ആളുകളാണ്. ഗിന്നസ് റെക്കോർഡാണ്. ഒരു കമ്പനി ഒരു ട്രിപ്പ് കൊണ്ടുപോകുന്ന ആളുകളുടെ ഏറ്റവും ഗിന്നസ് റെക്കോർഡാണ്. അത് പല ആളുകളും പോയി തന്നെയില്ല. അപ്പോ അത്രമാത്രം ട്രാക്ക് റെക്കോർഡില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ 1 ലക്ഷം രൂപയ്ക്കുള്ള വരുമാനം വാങ്ങുന്നത് വെസ്റ്റീജിലാണ്. മാസം 1 ലക്ഷം രൂപ വരുമാനം കിട്ടുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തൽക്കാലം തീരും. 1 ലക്ഷം രൂപയെ കുറിച്ച് നമുക്ക് ആരോഗ്യം ഇന്ന് കോമഡിയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയോ?